ഇന്ന് ഞാൻ മുരിങ്ങയ്ക്ക തീയലാണ് വെക്കാൻ പോകുന്നത്. അതിനായിട്ട് 3 മുരിങ്ങയ്ക്ക കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചുവന്നുള്ളി, ഒരു പഴുത്ത തക്കാളിക്ക, 2 പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. സ്വല്പം കറിവേപ്പിലയും. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കണം. തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തു വറുത്തെടുക്കാം. ചുവപ്പ് കളറാകുന്നിടം വരെ തേങ്ങ വറുക്കണം. ഇതിൻ്റെ കൂടെ 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഏകദേശം മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. തേങ്ങ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി. ഇത്രയും ഇട്ട് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം തണുക്കുമ്പോൾ നമുക്ക് മിക്സഡ് ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഓഫ് ചെയ്യുകയാണ്. അരയ്ക്കാനായിട്ട് ഈ തക്കാളിപ്പഴം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുവല്ലോ. ഇനി ഈ തക്കാളിപ്പഴം വേറെ ആയിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ചട്ടി വെച്ചിട്ട് സ്വല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അത് തേങ്ങയോടൊപ്പം അരച്ചെടുക്കാം. ഇനിയും മുരിങ്ങയ്ക്കായെല്ലാം വഴറ്റിയെടുക്കാം. അതിനായിട്ട് വീണ്ടും ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത്, ചുവന്നുള്ളി അരിഞ്ഞത്, ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, മുരിങ്ങയ്ക്ക, പച്ചമുളക്, കറിവേപ്പില, എല്ലാം കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. മുരിങ്ങയ്ക്കയും ഉരുളക്കിഴങ്ങും ഉള്ളിയെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഉപ്പും കൂടെ ചേർത്താണ് ഈ പുളിവെള്ളം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. പുളിവെള്ളത്തിൽ കിടന്ന് നന്നായി വേകട്ടെ. അപ്പോഴത്തേക്കിനും അരച്ചു കൊണ്ടുവരാം. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന
അരപ്പ് ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. തീയൽ എന്തായെന്നൊന്ന് നോക്കാം. തീയലെല്ലാം നന്നായി ചാറ് കൊഴുത്ത് വന്നിട്ടുണ്ട്. ഈ തീയലിൻ്റെ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഈ ചൂടത്തിരുന്ന് ഒന്നുകൂടെ ചാറ് കൊഴുക്കും. ഇനിയും ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം കടുക് താളിച്ച് കറിയിലേക്ക് ഒഴിക്കാം. കടുക് താളിക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക്, ഉള്ളി, കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇതിനെയും കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കടുക് വറുത്തത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തീയൽ റെഡിയായി. ഈ തീയലിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.